ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന്. ഷീജ, ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഇപ്പോൾ മൂന്നാമത്തെ അറസ്റ്റ്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ എന്തൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ സ്വർണ്ണമോഷണ കേസിൽ ഈ പ്രതികൾക്ക് വേണ്ടി ചെയ്തത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്? തീർച്ചയായും ഏതായാലും ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ള മറ്റൊരു അറസ്റ്റിലേക്ക് കൂടി SIT കടന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് സുധീഷ് കുമാർ, അതായത് 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ. ആ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യലിന് വേണ്ടി SIT സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. തിരുവനന്തപുരം ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. രാത്രിയിലുടനീളം ചോദ്യം ചെയ്യൽ തുടർന്നു. പുലർച്ചെയോടുകൂടി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സുധീഷ് കുമാറിൻ്റേത് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബു ആയിരുന്നു സ്വർണ്ണപ്പാളിയെല്ലാം മറിച്ച് ചെമ്പുപാളിയാണ് എന്നുള്ള റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ ഒപ്പം നിന്ന വ്യക്തിയാണ് ഈ സുധീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി. അതോടൊപ്പം തന്നെ ശബരിമലയിൽ നിന്നും ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് എഴുതി ഒപ്പിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ആ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം, ഈ ക്രമവിരുദ്ധമായ കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിന്നത് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് സുധീഷ് കുമാർ ഈ കേസിൽ പ്രതിയാകുന്നത്. ഈ കേസിൽ മൂന്നാം പ്രതിയാണ്, പ്രതിപട്ടികയിൽ മൂന്നാം പ്രതിയാണ് സുധീഷ് കുമാർ. സുധീഷ് കുമാറിന്റെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ളൊരു നീക്കവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതും മറ്റൊരാളെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള വാസുദേവനെ, CK വാസുദേവനെയാണ് നിലവിൽ ഇപ്പോഴും ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത്. ഇവരെ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സുധീഷ് കുമാറിൻ്റെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ മറ്റൊരാളുടെ കൂടി മൊഴി എടുത്ത് വിട്ടയച്ചിരുന്നു. അത് നിലവിലെ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള രജിലാലിൻ്റെ മൊഴിയാണ് നിലവിൽ രേഖപ്പെടുത്തി വിട്ടിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് വിഭാഗത്തിലെ ജോലി ചെയ്യുന്ന കൃഷ്ണകുമാർ എന്ന ജീവനക്കാരെയും ഇന്നലെ രാത്രിയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു. മൊഴി രേഖപ്പെടുത്തി നിലവിൽ വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഘട്ടമായി കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നു, തെളിവെടുപ്പ് നടത്തുന്നു. അതിനുശേഷം ഇപ്പോൾ റിമാൻഡിൽ പോകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. തൊട്ടു പിന്നാലെ രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിനെയും കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മുരാരി ബാബുവും ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. ഏതായാലും അവരുടെ രണ്ടുപേരുടെയും ചോദ്യം ചെയ്യലും മറ്റു തെളിവെടുപ്പും ഒക്കെ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് മൂന്നാം പ്രതിയിലേക്കും മറ്റു ഇതുമായി അനുബന്ധം, അതായത് ഈ പ്രതികളുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരെയൊക്കെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഷീജ പറഞ്ഞ പോലെ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. CK വാസുദേവൻ എന്നയാളെ ചോദ്യം ചെയ്യുന്നു. ഈ CK വാസുദേവനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അയാൾക്ക് ഈ സ്വർണ്ണമോഷണത്തിലെ റോൾ എന്താണ്? അന്വേഷണ സംഘം നമുക്ക് എന്തെങ്കിലും ക്ലൂ തരുന്നുണ്ടോ അതിനെക്കുറിച്ച്? അതായത് മനു, ഈ ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായി എന്ന് പറയുന്ന ഒരു സംഭവം, അത് നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഈ സ്വർണ്ണപീഠം കാണുവാനില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സ്വർണ്ണപീഠം നൽകിയിട്ടുണ്ടായിരുന്നത് CK വാസുദേവന്റെ പക്കലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് പിടിക്കപ്പെടും എന്നുള്ളൊരവസ്ഥയിലെത്തിയപ്പോൾ അത് അവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക്, തിരുവനന്തപുരത്തെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റുന്നു. ഈ CK വാസുദേവന് കൃത്യമായ രീതിയിൽ തന്നെ, അതുകൊണ്ട് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ, സ്വർണ്ണമോഷണ കേസിൽ കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ SIT അനുമാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ വാസുദേവന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നത്.